CPM-ന്റെ രാഷ്ട്രീയ പകപോക്കലിൽ ജീവിതം തകർന്നതിന്റെ നടുക്കത്തിലാണ് ആലപ്പുഴ ചെട്ടികുളങ്ങര സ്വദേശി രമേശൻ. യഥാർത്ഥ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടും CPM സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് പീഡനം തുടരുകയായിരുന്നു. തന്നെ വേട്ടയാടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപോരാട്ടം തുടരാനാണ് രമേശന്റെ തീരുമാനം. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും 47 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന രമേശ് എന്ന ചെട്ടികുളങ്ങര സ്വദേശിയെ ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇതേ മോഷണം മറ്റൊരാൾ ഏറ്റെടുത്തിട്ട് പോലും രമേശിനെ പ്രതിയാക്കി തന്നെ പോലീസ് അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്ത് പറഞ്ഞാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്? എത്രത്തോളം ക്രൂരമായിരുന്നു മർദ്ദനം? എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. 2 പിള്ളേർ വന്നിട്ട് അമ്മയുടെ മാല പൊട്ടിച്ചു, അവിടെ വരെ വരാൻ പറഞ്ഞു. മാല പൊട്ടിച്ചു, മാല ഇനി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അണ്ണൻ പൊക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് 2 ബുള്ളറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ പിന്നെ അറിയുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ പോലീസാണ്, എന്നെ മാവേലിക്ക് വരെ വരണം എന്ന് പറഞ്ഞു. ഞാൻ മാവേലിക്ക് വരെ പോയി. അവിടെ ചെന്ന് പിന്നെ ക്രൂരമായ മർദ്ദനം, മാല താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല സാറേ എന്ന് മലയാളത്തിലും എല്ലാ രീതിയിലും പറഞ്ഞു. പുള്ളി കേൾക്കത്തില്ല. പറഞ്ഞ് മാല തന്നില്ല നിന്നെ കെട്ടിത്തൂങ്ങി അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ അറിയാത്ത സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ നീ 3 ദിവസം പോലീസ് സ്റ്റേഷൻ കിടന്നു. 3-ാമത്തെ ദിവസം എന്നെ രാത്രി 9:30 മണിക്കാണ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ റിമാൻഡ് ചെയ്തു, ജയിലിലേക്ക് വിടുമായിരുന്നു. അവിടെ 4-5-10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്ന SI എന്നെ ഇറക്കാനായിട്ട് വന്നു. അതിനും ഞാൻ മിണ്ടാതിരുന്നിട്ട് എൻ്റെ ചേട്ടന്മാരെ വിളിച്ചിട്ട് ചേട്ടന്മാർ വന്നാണ് പിന്നെ എന്നെ ഇറക്കിയത്. ഇറക്കിയതിൻ്റെ 2-ാമത്തെ ദിവസമാണ് പ്രതിയെ പിടികൂടിയതും അയാളെ തെളിവിന് കൊണ്ടുവന്നതും. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരുണ്ടായി. എന്നെ ഇതുവരെ തെളിവിന് കൊണ്ടുപോയിട്ടുമില്ല. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ വെളിയിൽ ഇറക്കിയിട്ടില്ല. നേരെ ജയിലും. വീട്ടിൽ നിന്നല്ല ഒഴിക്കും, ബന്ധങ്ങളല്ല ഒഴിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദി പറഞ്ഞത് പ്രകാരമാണ് ഇദ്ദേഹം പ്രതിയാണ് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചത് എന്നാണ് പറഞ്ഞത്. അത്ര വിചിത്രമായിട്ടുള്ളൊരു വാദമായിരുന്നു അവർ ഉന്നയിച്ചത്. ഒരു മെമ്പർ ഉണ്ടായിരുന്നു. മെമ്പറും അവരും CPM-കാരായിരുന്നു. അവർ രണ്ടുപേരാണ് ഈ മെമ്പറാണ് വിളിച്ച് പറയുന്നത്. മെമ്പർ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അടി മേടിക്കാൻ കാരണം. ഇപ്പം മെമ്പറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മിണ്ടത്തില്ല. പക്ഷേ അവിടെ വന്നു ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്നിട്ട് അപ്പം എന്നോട് എന്തുകൊണ്ട് വിശേഷം ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയും ചെയ്തു. സ്കൂളിൽ നിന്ന് പിന്നെ ഇന്നുവരെ വിളിച്ചിട്ടില്ല. സ്കൂളിൻ്റെ താക്കോലും സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ താക്കോലും ബസ്സിൻ്റെ താക്കോലും എല്ലാം എൻ്റെ കയ്യിലെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അവരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഇപ്പം ഫോണില്ലായിരുന്നു. പിന്നെ അവർ നേരിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വണ്ടി ഇന്നലെ പോലീസ് കൊണ്ടുവരികയാണ്, അതിൻ്റെ പേരിൽ വേറെ ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അവർ 3 ദിവസം സ്കൂളിൽ പഠിത്തമില്ലാതായിപ്പോയി. അതുതന്നെയാണ് 15 വർഷം വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങിയെത്തിയ വ്യക്തിയാണ്, മകൾ അധ്യാപികയാണ്. അത്തരമൊരു നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ പോകുന്നതും ക്രൂരമർദ്ദനത്തിനിരയാവുന്നതും. അതോടെ കുടുംബം പൂർണ്ണമായും ശിഥിലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ യഥാർത്ഥ കുറ്റക്കാർക്ക് എതിരെ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവുമായാണ് രമേശ് ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.